ഇവന്റെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ലല്ലേ. ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഈടെന്താ ചെയ്യണ? വീട്ടിൽ ചെന്ന് കിടക്കടാ. ഒന്ന് പോകാക്കെ. എനിക്ക് ധൈര്യം ഉണ്ടായതിനുള്ള അസൂയല്ല. ഇവനിവിടെ എന്താ ചെയ്യുന്നേ? ഹലോ രാമസ്വാമി, ഇന്നലെ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നടാ. അതേടാ, കൊടുങ്കാട്ടില് ഒരു സിംഹം പെട്ടെന്ന് കടന്നുപോയി. മുന്നിൽ സിംഹം, പിന്നില് പുലി. പേടിയോ? എനിക്കൊന്നും പേടിയില്ല. എടാ, നീ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയിരിക്കാന്ന് മനസ്സിലാവുന്നുണ്ട്. കടയുടെ മുമ്പിൽ നിന്ന് ഡാൻസ് കളിക്കാതെ പോവാ നോക്ക്. പോ. അവന്റെ ഒരു കട. ആദ്യ ബാലരാജിനെ കല്യാണം കഴിച്ചിട്ട് നിങ്ങളെ ചിയാറത്തേക്ക് അയക്കാം. അവിടെ എന്തിനാ? അവിടെയല്ലേ ഒരുപാട് കാര്യങ്ങളുള്ളത്. അവിടെ നിങ്ങൾ പിടിയുറപ്പിച്ചാൽ പിന്നെ എല്ലാം ഓക്കെ. ചേച്ചി, ബാലരാജ് വന്നിരിക്കുന്നു. ബാലരാജി, സുഖം തന്നെയല്ലേ? എന്താ ബാലു, എന്നെ മറന്നു നിന്നാ? അങ്ങനെയൊന്നുമില്ല, ജോലി കിട്ടിയതല്ലേ, കുറച്ച് തിരക്കായി പോയി. അങ്ങനെയാണോ? പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഞാൻ ഇന്നലെ നൈറ്റ് ഡ്യൂട്ടിയിലായിരുന്നു. അത് ശരി. ഇതുപോലുള്ള നൈറ്റ് ഡ്യൂട്ടീസ് ഒക്കെ ഞങ്ങൾ ധാരാളം നോക്കിയിട്ടുണ്ട്. എന്റെ ദൈവമേ, അവൻ ചെയ്തത് ആ നൈറ്റ് ഡ്യൂട്ടി അല്ല, കാട്ടിലെ നൈറ്റ് ഡ്യൂട്ടി. നിനക്ക് ഈ ഒരു ചിന്തയുള്ളൂ. ബാലു ബാലു, ഞങ്ങൾക്ക് വല്ലാതെ ബോറടിക്കുന്നു. നമുക്ക് എന്തെങ്കിലും കളിച്ചാലോ? എന്ത് കളിക്കാം? അച്ഛനമ്മയായി കളിക്കാം. ആ കളി എനിക്ക് അറിയില്ല. എനിക്കറിയാം, ഞാൻ പഠിപ്പിച്ചരാം. വാ. എങ്ങോട്ട്? ഇതേ പുറത്ത് കളിക്കേണ്ട കളിയല്ല, അകത്തെ കളിയാ. ശരി, ബൈ. കട്ടിലോടയില്ലല്ലോ. അവിടെ നിക്ക്. ഈ കളിക്ക് ഞാനില്ല. ഇനിയിപ്പോ വേറെന്താ കളിക്കാ? ലണ്ടൻ കളി കളിച്ചാലോ? ഞങ്ങൾക്കറിയില്ലല്ലോ. എനിക്കറിയാലോ, ഞാൻ പഠിപ്പിച്ചാലോ? എന്നാ അകത്ത് പോവാം. അകത്ത് വേണ്ട, പുറത്ത് ഇത്രയും സ്ഥലമുണ്ടല്ലോ, ഇവിടെ കളിക്കാം. LONDON, ലണ്ടൻ. നിങ്ങളെ എങ്ങനെ ഔട്ടാക്കണോന്ന് എനിക്കറിയാം. ടിങ് 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 ടിങ്. സുന്ദരി ശില്പം. ഇവിടെ തൊട്ട അനങ്ങില്ല അല്ലേ? കാണിച്ചു തരാം, നിക്ക് നിക്ക്. എവിടെ തൊട്ടാ നീ ഔട്ടാവും? നീ എന്നെ എവിടെ തൊട്ടാലും ഞാൻ ഔട്ടാവില്ലടാ. നീ പരമാവധി ശ്രമിക്കുക. അയ്യോ, പ്രേതം ചേട്ടനോ? ഞാനും കളിയിലുണ്ട്, എന്നെ ഔട്ടാക്ക് നോക്കട്ട്. ചേട്ടനും കളിക്കാനുണ്ടോ? എന്നാ നിക്ക്. പക്ഷേ ചേട്ടൻ പ്രേതമല്ലേ, പ്രേതത്തെ തൊടാൻ പറ്റുമോ? ഇപ്പോഴവനൊന്ന് അടുത്ത് വന്നത്, അതിനുള്ളിൽ വന്ന് എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. ഇവിടെ സ്വർണ്ണക്കട സ്പീഡിലാണെന്ന് പറഞ്ഞത്. നമ്മളിവിടെ ഇരിക്കുന്ന ആളല്ലേ, നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും എന്നെ തല്ലാം. അവൻ നമ്മളെ സംശയിക്കും. ചെന്ന് അവനെ കവിഞ്ഞി. ആത്മാവാ. ഞാൻ ആത്മാവല്ലേ, എന്നെ ആരടിച്ചാലും എനിക്ക് വേദനിക്കില്ല. ഓ, വേദനിക്കില്ലല്ലേ? അപ്പൊ വാടിക്കൊരു പണി ഉണ്ടാക്കാം. എന്താ? ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരു പ്രേതത്തെ തല്ലാൻ പോകുന്നത്. വേദനിക്കില്ല അല്ലേ? വേദനിക്കില്ല. വേദനിച്ചില്ല. നല്ല രസമുണ്ട്. ഒന്ന് ഇങ്ങോട്ട് വാ. വാ. ഞാൻ എന്താ ചെയ്യണ്ടേ? അതൊന്നുമില്ല ബാലു, ചുമ്മാ. വീണ്ടും പ്രേതം മറഞ്ഞുപോയി. ആ പ്രേതത്തെ അടിക്കുന്നത് ശരിക്കുള്ള മനുഷ്യരെ അടിക്കുന്ന പോലെയുണ്ട്. പന്നീനടിച്ച പോലെ അല്ലല്ലേ? അതൊക്കെ പോട്ടെ ബാലു, നിനക്കിപ്പോ ജോലി കിട്ടിയില്ല. ഇനി നമ്മുടെ കല്യാണം എപ്പോഴാ നടത്തുന്നേ? എന്റെ അമ്മ കൃഷ്ണവേണിയെ കല്യാണം കഴിക്കാൻ പറയാ. അവളെ കെട്ടി അവളുടെ അച്ഛൻ എന്നെ കൊല്ലും. ഇനി കെട്ടിയില്ലെങ്കിൽ അവൾ എന്നെ കൊല്ലും. സിറ്റിയിലുള്ള പെണ്ണുങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല. അവർക്കൊക്കെ ബോയ് ഫ്രണ്ട് ഉണ്ടായിരിക്കും. എന്തിനാ നിനക്ക് അങ്ങനെ ഒരു പെണ്ണ്? അതെ രാജു, എന്റെ ചേച്ചിയെ പോലെ ഒരു നല്ല പെണ്ണിനെ കണ്ടുപിടിച്ച് കല്യാണം കഴിക്കേ. എന്റെ ചേച്ചി ഡാൻസ് ചെയ്യും, പാട്ട് പാടും, നീ അതെല്ലാം അങ്ങ് എൻജോയ് ചെയ്യേ. എല്ലാം രാമസ്വാമിയുടെ കയ്യിലാ ഉള്ളത്. അവൻ എന്ത് പറയുന്നു അതുപോലെ നടക്കും. എന്നാ ശരി, ഞാൻ ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ചെയ്തതല്ലേ, എനിക്ക് വീട്ടിൽ പോയി കിടന്നുറങ്ങണം. വരട്ടെ, ഫ്രീ ആവുമ്പോ ഞാൻ പിന്നീട് വന്ന് കണ്ടോളാം. എല്ലാരും സൂക്ഷിച്ചിരിക്കണേ. ടാറ്റാ. എന്നാ ശരി. ഇങ്ങനെ
ആ പെണ്ണിനെ കാണുന്നില്ലല്ലോ. ഇവിടെ വരാന്നല്ലേ പറഞ്ഞേ. എന്ത് പറ്റിയതായിരിക്കും? ഓ, അവളുടെ വീടിനടുത്ത് കാണും. വസന്തി, ഓ വസന്തി, കൊച്ചേ വസന്തി. വീട് ഇതാണെന്നാണല്ലോ പറഞ്ഞേ. ഇവിടെയാണെങ്കി ഒരാളെയും കാണുന്നുമില്ല. ഇനി കള്ളം പറഞ്ഞതായിരിക്കോ? കൊച്ചേ, ഇദ്ദേഹം ആരെന്ന് മനസ്സിലായില്ലേ? ആരാ മോളെ? ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഫോറസ്റ്റ് ഓഫീസർ. അത് ഇങ്ങേരാ. ഇവരൊക്കെ ആരാ? എന്റെ അച്ഛൻ, ചേട്ടൻ, അമ്മ, എന്റെ ഏട്ടത്തി, എന്റെ അനിയത്തി, എന്റെ ഏട്ടന്റെ മോൻ, ഇത് കുട്ടൻ. ഓ, എനിക്കും ഇത്രയും വലിയ ഫാമിലി ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. എന്താ കുഞ്ഞെ, നിനക്ക് ആരുമില്ലേ? എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛൻ പണ്ടേ മരിച്ചുപോയി. അയ്യോ, ആരുമില്ലെന്ന് വിചാരിക്കല്ലേ, ഞങ്ങളുണ്ട്. നിങ്ങളെ പറ്റി എന്റെ ചേച്ചി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, വളരെ നല്ല ആളാണെന്ന്. നിങ്ങള് വിഷമിക്കേണ്ട സാറേ, നിങ്ങളുടെ കൂടെ ഞങ്ങൾ എല്ലാരും ഉണ്ടാവും. വസന്തി, നമുക്ക് പോവാം. അമ്മേ, സാറിന്റെ കൂടെ പോയി ഞാൻ മുയലിനെ പിടിച്ചോണ്ട് വരാം. ആയിക്കോട്ടെ മോളെ. സൂക്ഷിക്കണേ. നോക്കിപ്പോണേ. ചെറുക്കൻ നന്നായിരിക്കുന്നല്ലേ? സർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചു. കാട്ടിൽ ഇത്ര ധൈര്യമായിട്ട് കറങ്ങുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ഈ കള്ളന്മാരെയും ഈ പ്രേതങ്ങളെ ഒന്നും ഒട്ടും പേടിയില്ല? പേടിയോ? എനിക്കോ? എന്നുവെച്ചാ? അത് പിന്നെ കള്ളന്മാര് ചിലപ്പോ കൊന്നുകളയില്ലേ? ഞാൻ ഡ്യൂട്ടിയിലുള്ളപ്പോ അവന്മാര് വരൂ. നോക്ക സാർ, കള്ളന്മാര്. അവര് കള്ളന്മാരൊന്നുമല്ല, അവര് സാധാരണക്കാരാ. ഇവന്മാരെ കള്ളന്മാരുടെ കൂട്ടത്തിലുള്ളവരാ സർ. ചെന്ന് പിടിക്ക. എന്താടാ ഡാൻസ് കളിക്കുന്നത്? എന്താടാ ബ്രേക്ക് ഡാൻസ് ആണോ? എന്റെ അവനെ അടിച്ച് പിടിക്കണവനെ. എന്താണ് ചെയ്യുന്നത്? അടിക്കവനെ. അടിച്ചോണ്ടിരിക്കുകയാണ്. നോക്കി നോക്കി അടിക്കണവനെ. അടിക്കവനെ. അടിച്ചു അടിക്ക് അടിക്ക്. എന്നെ എന്തിനാണ് അവൻ അടിച്ചേ? അവന്മാർക്ക് ശരിക്കിട്ട് കൊടുത്തല്ലോ. അടിപൊളി ഫൈറ്റ് ആയിരുന്നു. എന്തൊരു തല്ല. സൂപ്പർ. നല്ല അടി കൊടുത്തു. ചെല്ല് ചെല്ല്. ബാലരാജ് കാട്ടില് കള്ളന്മാരടിച്ചു. നമ്മുടെ ബാലരാജോ? മോഷ്ടാവിനെ അടിച്ചെന്നു. സത്യമാണോ? കൊള്ളാലോ, ഭയങ്കര ചെത്തിലാണല്ലോ പോൾരാജ്. കള്ളന്മാരെല്ലാം അടിക്കുന്നു, പേടിയില്ലാതെ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നു. എനിക്ക് വിശ്വസിക്കാനേ വയ്യ. ശരി ഡാ, നിന്നെ അപമാനിച്ച അമ്മാവന് നല്ലൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കണം. വെച്ചിട്ടുണ്ട്. അയ്യോ, ഇവരെന്തിനാ വിളിക്കുന്നത്? എന്താ പറഞ്ഞോ? വരാം. ഇവൻ എന്ത് പറ്റി?